എറണാകുളം മരടിൽ 4 വയസ്സുകാരിയെ മാതാവ് ചട്ടുകം ചൂടാക്കി പൊള്ളിച്ചു. കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ഉൾപ്പെടെ പൊള്ളിച്ചെന്നും ഭക്ഷണം പോലും നൽകിയിരുന്നില്ല എന്നുമാണ് വിവരം. കാട്ടിത്തറ സ്വദേശിയായ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിഷ്ണു സുരേഷ് വിവരങ്ങളും വച്ചിരുന്നു. വിഷ്ണു, സ്വന്തം അമ്മ തന്നെയാണോ? കാശ്മീർ സ്വന്തം അമ്മ തന്നെയാണ്. നടക്കുന്ന ക്രൂരതയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കുട്ടിയെ സ്ഥിരമായി ഒരു ദിനചര്യ പോലെ ഈ അമ്മ കുഞ്ഞിനെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. നേരത്തെ വിവരങ്ങൾ പുറത്തു പറയാതിരിക്കാൻ വേണ്ടി കുട്ടിക്ക് മിഠായി അടക്കം വാങ്ങി നൽകുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പൊള്ളലേറ്റ് കുട്ടി സ്കൂളിൽ വന്നിരുന്നു. അങ്ങനെ പാട് കണ്ട് ഈ സ്കൂൾ അധികൃതരാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് ഈ കാട്ടിത്തറ സ്വദേശിയായ യുവതിയെ കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്തപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്ന്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പരിതാപകരമായിരുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ലഭ്യമാവുന്ന വിവരം. കുട്ടിയെ നിലവിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. അവരുടെ കെയർ ഹോമിലാണ് കുട്ടിയുള്ളത്. കുട്ടിക്ക് ഭക്ഷണം പോലും നൽകാത്തൊരു സാഹചര്യമുണ്ടായി. കുട്ടിയുടെ പിതാവിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ചോദിക്കുമ്പോൾ തനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്നൊരു മറുപടിയാണ് പിതാവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. പോലീസിനും ആ മറുപടി അത്ഭുതപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഒരു പിതാവിന് ഇത്തരം കാര്യങ്ങൾ അറിയാതിരിക്കുന്നത് എന്ന് പോലീസ് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അയാളെ കൂടി പ്രതി ചേർക്കണമോ എന്ന കാര്യത്തിലൊരു ആലോചന പോലീസിന്റെ ഭാഗത്ത് നടക്കുകയാണ്. നടക്കുന്ന ക്രൂരതയാണ്. ആ കുഞ്ഞിന്റെ ശരീരമെമ്പാടും ഈ പൊള്ളലേൽപ്പിച്ച പാടുണ്ടെന്നാണ് ആ കുട്ടിയെ പരിശോധിച്ച പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വ്യക്തമാക്കുന്നത്. വനിതാ പോലീസ് അടക്കം എത്തിയാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. അങ്ങനെയാണ് കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. എന്തായാലും കുട്ടിയെ നിലവിൽ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് എന്താണ് ഇവരുടെ ഈ മോട്ടീവ്, അല്ലെങ്കിൽ എന്തിനാണ് കുട്ടിയെ ഉപദ്രവിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമായ കാരണം ഇവർക്കില്ല. കുട്ടിയോടെന്തോ ദേഷ്യമുള്ളത് പോലെയാണ്. മൂത്ത കുട്ടിയെയും സമാനമായ രീതിയിൽ ഉപദ്രവിച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് നാട്ടുകാരും അതൊക്കെ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. അതൊരു പോലീസ് പരാതിയായി എത്തിയിരുന്നില്ല. പക്ഷേ ഇത് സ്കൂൾ അധികൃതർ പരാതി പറഞ്ഞ പശ്ചാത്തലത്തിലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും അമ്മയെ കസ്റ്റഡിയിൽ മാനസിക പ്രശ്നമുണ്ടോ വിഷ്ണു? മൂത്ത മകളെയും ഈ മകളെയും ഇതെന്ന് പറഞ്ഞാൽ പരമാവധിയാണല്ലോ. ചട്ടം ഉപയോഗിച്ച് പൊള്ളിക്കുക, ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും പൊള്ളിക്കുക, അതും 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ എന്നൊക്കെ പറയുമ്പോൾ അതിക്രൂരമായ സാഡിസ്റ്റിക് മനസ്സുള്ള ഒരു സ്ത്രീയാണ് അവർ. അപ്പോൾ ഇനി ആ കുഞ്ഞുങ്ങളെ അവരുടെ കഴിയൽ, അത് കുഞ്ഞുങ്ങളുടെ ജീവന് തന്നെ പ്രശ്നമല്ലേ വിഷ്ണു? കാശ്മീർ അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയും കുഞ്ഞുങ്ങളെ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നൽകുകയും ചെയ്തത്. ഇതിൽ നേരത്തെ ഏറ്റവും ആദ്യം നമ്മൾ ചോദിച്ചത് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ പോലീസ് പറയുന്നത് അങ്ങനെ ഒരു മാനസിക പ്രശ്നവും ഇവർക്കില്ല. ഇവർക്ക് ഈ കുഞ്ഞുങ്ങളോട് എന്തോ ദേഷ്യമുള്ളത് പോലെയാണ്. കുഞ്ഞുങ്ങളെ ഇങ്ങനെ നിരന്തരമായി ചെറിയ തെറ്റ് കണ്ടാൽ പോലും അതിക്രൂരമായി ഉപദ്രവിക്കുന്ന ഒരു ടെൻഡൻസി ഉള്ള സ്ത്രീയാണിവർ. അതിനപ്പുറത്തേക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സ്വാഭാവികമായ ആളുകളോട് ഇടപഴകുന്ന സ്ത്രീ തന്നെയാണിത് എന്ന് പോലീസ് പറയുകയാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളോടും എന്തെങ്കിലും മാനസിക പ്രശ്നം വേണമെന്ന് നിർബന്ധമില്ല. കാരണം 2 ദിവസം മുമ്പ് തന്നെ നമുക്ക് മുൻപിൽ തന്നെ ഒരു കേസുണ്ട്. 12 വയസ്സുകാരനെ അമ്മയും ആൺ സുഹൃത്തും ചേർന്ന് അതിക്രൂരമായി ഉപദ്രവിച്ച കേസ്. ആ കുഞ്ഞിന്റെ നെഞ്ചടക്കം മാന്തി പൊട്ടിച്ചത് ആ കുഞ്ഞിന്റെ സ്വന്തം അമ്മയാണ്. അവർ ഈ യൂട്യൂബ് ചാനലിലൊക്കെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു യൂട്യൂബറാണ്. അവർക്ക് സാമൂഹികമായൊക്കെ ഒരുപാട് വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്. അവരുടെ ഭാഗത്താണ് ആ കുഞ്ഞിന് അതിക്രൂര പീഡനം ഏൽക്കേണ്ടി വന്നത്. അപ്പോൾ ഇതൊരു മാനസിക പ്രശ്നമല്ല, ഇത് മറ്റെന്തൊക്കെയോ വിഷയങ്ങളാണ്. അതെന്താണെന്ന് ഇപ്പോഴും പോലീസിന് വ്യക്തമായിട്ടില്ല. എന്തായാലും വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇവരുടെ 4 വയസ്സുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിനെയാണ് ഈ പറയുന്ന ചട്ടവും ചൂടാക്കി പൊള്ളിക്കുക പോലെയുള്ള അക്രമങ്ങൾ ഈ മാതാവ്, സ്വന്തം അമ്മയാണ് കാണിക്കുന്നത്. ഇനി ഈ കുഞ്ഞുങ്ങൾ അമ്മയോട് കഴിയുന്നത് വേണോ എന്നൊക്കെ അധികാരികൾ ആലോചിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.